ഗൈസ്, ഞങ്ങൾ ഇന്നലെ ജോബിയേട്ടൻ്റെയും മരിയേച്ചിൻ്റെയും വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് ഇന്ന് നമ്മുടെ പുത്തൻ പള്ളിയിലെ പെരുന്നാളാണ് എന്ന്. ഇതറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളുടെ ജോബിയേട്ടനെ സോപ്പിട്ട് ഞങ്ങൾ പള്ളിയിലോട്ട് പോകാമെന്ന് കരുതിയേ. പോകുമ്പോൾ ഏകദേശം ഒരു 9:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ ലേറ്റ് ആയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. നല്ല രാത്രി ആയതുകൊണ്ട് തന്നെ അവിടുത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും ഇന്നും നാളെയാണ് കേട്ടോ അവിടുത്തെ പെരുന്നാൾ. അതായത് നവംബർ 23-നും 24-നും അവിടുത്തെ പെരുന്നാളുള്ളത്. ഈ ഒരു പുത്തൻപള്ളിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് ഇന്ത്യയിലെ നമ്പർ 1 പള്ളികളിലൊന്നും അതുപോലെ തന്നെ ഏഷ്യയിലെ 3ാമതുമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടെ വിവിധ സ്ഥലങ്ങളിലുള്ള ആളുകൾ ഈ പള്ളിപ്പെരുന്നാൾ കാണാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ടാകുക. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി കുറച്ച് നേരം ലൈറ്റൊക്കെ കണ്ട് പിന്നെ 1-2 ടോയ്സൊക്കെ കുട്ടികൾക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളെ വീട്ടിലേക്ക് ആക്കിയിട്ട് മരിയേച്ചും ജോബിയേട്ടനും അവരെ വീട്ടിലോട്ട് പോയി കേട്ടോ. അപ്പോൾ അവിടുത്തെ കുറച്ച് നിമിഷങ്ങളൊക്കെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് കൂടെ ഒന്ന് ചെയ്യൂ കേട്ടോ. ഏറ്റവും ഉയരമുള്ള പള്ളിമണി ഗോപുരമായ ബൈബിൾ ടവർ സ്ഥിതി ചെയ്യുന്ന തൃശ്ശൂരിലെ പരിശുദ്ധ വ്യാകുല മാതാവിൻ പുത്തൻപള്ളി ബസിലിക്ക ഇന്ത്യയിൽ ഏറ്റവും വലിയ പള്ളികളിൽ 1ാമതും ഏഷ്യയിൽ 3ാമതുമാണ്. ഗോത്തിക് ശില്പകലയുടെ മകുടോദാഹരണവും തൃശ്ശൂരിന്റെ ആത്മീയ പ്രകാശ ഗോപുരവുമായ ഈ ദേവാലയത്തിന്റെ പ്രതിഷ്ഠയുടെ 100ാം വാർഷികം 2025 ഒക്ടോബർ 10-ന് ആചരിക്കുകയാണ്. കൃപകൾ നേടാൻ ഈ പുണ്യനിമിഷത്തിൽ നമുക്കും പ്രാർത്ഥിക്കാം. പരിശുദ്ധ വ്യാകുല മാതാവിന്റെ മാധ്യസ്ഥം ഗുണമുള്ള പരിഹാരമാണ് കരിമ്പിൻ ജ്യൂസ്. മഞ്ഞപ്പിത്ത രോഗത്തിനുള്ള സ്വാഭാവിക ചികിത്സ മാർഗമായ കരിമ്പിൻ ജ്യൂസ് കരളിന്റെ പ്രവർത്തനം സുഗമമാക്കി മഞ്ഞപ്പിത്ത രോഗത്തിന് കാരണമാകുന്ന ബിൽറുബിൻ എന്ന പദാർത്ഥത്തിന്റെ ഉൽപ്പാദനം